അവിടെ കാണുമായിരിക്കണം. ഞാൻ സത്യം പറഞ്ഞാൽ ആ വീട്ടിൽ ഇനിയും പലത് കാണാനുണ്ട്. ചേട്ടനും പലതും കാണാനുണ്ട്. ചേട്ടൻ്റെ വീടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ഇന്ന് ആൻസൂട്ടിന് ഒരു വീഡിയോ ഇട്ടിട്ട് ചേട്ടൻ പറഞ്ഞു നമുക്കിതിലെല്ലാം പോകാം, വീട്ടിൽ നിന്ന് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി നമുക്ക് വാഴയിലൊക്കെ വെട്ടി നമുക്ക് എണ്ണ കൂടുതൽ കഴിക്കാം. ഇന്നലെ തന്നെ വഴുതനങ്ങ അവിടെ ഇരിപ്പുണ്ട് ഫ്രിഡ്ജില്. ഇത്രയാണ് ഇരിപ്പുണ്ട്. ആ അതൊന്നും അല്ല, അത് നമ്മൾ ഈ കൊന്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ആകെ ഒരു സാറ്റർഡേ കിട്ടിയിട്ട് ഞങ്ങൾ ഇത്ര നേരം വീട്ടിൽ ഇരുന്ന് ബോറടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അറേബ്യൻ ബേക്കേഴ്സ് ആൻഡ് കൂൾബാർ കരിമണ്ണൂർ. അതിൻ്റെ പ്രൊപ്പറേറ്റർ കം ഓണർ കം മാനേജിങ് ഡയറക്ടർ കം ചെയർമാനിരിക്കുന്ന ചെയറിൽ, അത് ചുമ്മാ ചെയറിലൊന്നല്ലേ, കറങ്ങുന്ന ചെയറിലിരിക്കാനും വേണം ഒരു ഭാഗ്യം. ഞങ്ങളാണെങ്കിലില്ലേ വെറുതെ വന്നല്ല, വെയിലും ചൂടൊക്കെ ആയിട്ട് ഐസ്ക്രീം തിന്നാൻ ഓർത്തോ പോകുന്നതാ. പൈസ തന്നേക്കാം നോക്കി പേടിപ്പിക്കും. ഞങ്ങൾ എന്നാണേലും പുറത്ത് കടയിൽ ചെന്ന് വാങ്ങിയാലും പൈസ കൊടുക്കണ്ടേ. അപ്പോൾ സ്വന്തം കടയിൽ നിന്നാകുമ്പോൾ പൈസ ഇട്ടാലും അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അത് തിരിച്ച് എൻ്റെ ഫോണിലേക്ക് ട്രാൻസാക്ഷൻ നടത്തിയപ്പോൾ ചേട്ടൻ്റെ ഫോണിലേക്ക് വരുന്നു, അത് തിരിച്ച് എൻ്റെ ഫോണിലേക്ക് ട്രാൻസാക്ട് ചെയ്യുന്നു. അപ്പൊ ചേട്ടനും ഒരു ബുദ്ധിമുട്ടില്ല, എനിക്കും ഒരു ബുദ്ധിമുട്ടില്ല. പൈസ കൊടുത്തില്ല എന്നുള്ള ബുദ്ധിമുട്ട് എനിക്കും വരൂല, ഞാൻ പൈസ വാങ്ങിയില്ലോ എന്നുള്ള ബുദ്ധിമുട്ട് ചേട്ടനും വരൂല. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? അപ്പൊ എല്ലായിടത്തും ഒന്നൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് കറണ്ടൊക്കെ വന്നില്ല, ഇനിയിപ്പോൾ ഫ്രീസറൊക്കെ തുറക്കാലോ. ഞാൻ പറഞ്ഞു വീട്ടിൽ ഉച്ചയ്ക്ക് ചോറിനാ വന്നപ്പോൾ ചേട്ടനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു കടയിൽ വന്ന് ഐസ്ക്രീം തിന്നായിരുന്നു പറഞ്ഞപ്പോൾ ചേട്ടൻ്റെ അവർക്ക് എന്നോട് പറഞ്ഞു അവിടെ കറണ്ടൊന്നുമില്ല, അവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രീസറൊന്നും തുറക്കാൻ പറ്റില്ല, തണുപ്പ് പെട്ടെന്ന് പോകും. ഇവിടെ വന്നപ്പോൾ കറണ്ടൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കത്തിയിരിക്കുക. കറണ്ട് ഇല്ലെന്ന് അറിയിക്കാൻ വേണ്ടി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഫാൻ മാത്രം കറക്കിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ വരുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നോ? ചേട്ടൻ 1 മണിയായപ്പോൾ ചോറിനാ വന്നതാ. ചോറിനാ വന്നു കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും. നമുക്ക് ലോങ് വീഡിയോ ഒക്കെ വീട്ടിൽ വെച്ച് എടുക്കാമെന്നൊക്കെ പറഞ്ഞല്ലോ പ്ലാനിങ്ങിൽ ഇരുന്നിട്ട് അവിടെ കിടന്നുറങ്ങിയിട്ട് 3:30 എണീറ്റിട്ട് ഒരൊറ്റ പോക്ക്. കൂട്ടുമായിട്ടോണ്ടിരിക്കുവാന്നേ. ഉറക്കം വേണ്ടി വീട്ടിൽ വന്ന് കിടന്നുറങ്ങ, ഞാൻ കിടയിരുന്നോളാം. പപ്പ എല്ലാം പറയണ്ട. എത്ര പേരെ നോക്കുന്ന ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോ ചേട്ടൻ എന്ത് പറയുന്നു എന്നറിയാൻ വേണ്ടി. ഭയങ്കര ചൂടായിരുന്നു, ഉച്ചയ്ക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാൻ ഇവിടെ വന്ന് വീണ്ടും കിടന്നു. ആരും വന്നില്ലേ? കസ്റ്റമേഴ്സ് സെക്രട്ടറി വന്ന് പോയി, പിന്നെ ബിജു വന്നായിരുന്നു. അപ്പൊ വേണ്ടപ്പെട്ടവരൊക്കെ വന്നിട്ട് പോയി. ബിജു വന്ന് ചായ കുടിച്ചൊരു ബോണ്ടയും കഴിച്ചു. നേരത്തെ പോകാന്ന് പറഞ്ഞു, നേരത്തെ പോയി. സെക്രട്ടറി പോയി. പിന്നെ വേറെ 2 ചേട്ടന്മാർ 2 പേര് വന്നു നാരങ്ങളും കുടിക്കാൻ, അതും കുടിച്ചു. ഇന്ന് പൊതുവെ ഒരു ആളില്ലാത്തൊരു സ്ഥലമാണ്. കാര്യം പറഞ്ഞാൽ ഇന്ന് ബാങ്കൊന്നുമില്ല, പിന്നെ അത് പൊതുവെ നോക്കുമ്പോൾ ഒരാളില്ല. എന്നോട് എങ്ങനെ നിൽക്കണേ? മിഠായികളുടെ ഇടയ്ക്ക് നിൽക്കുന്ന മിഠായി കുട്ടായി. ബ്രദേഴ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി കിടന്ന സാധനങ്ങളൊക്കെ എടുത്ത് വേഗം പൈസ കൊടുത്ത വീട്ടിലേക്ക് ഓടണവൻ. ഒരു ബേക്കറിയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ സൈലൻ്റായിട്ട് നിൽക്കണ ആദ്യത്തെ കാഴ്ചയാണ്. അപ്പം നിങ്ങൾ പറയും ആൻസൂട്ടനെ കടയിലൊന്നും കൊണ്ടുവരാറില്ലേന്ന്. ആൻസൂട്ടനല്ലേ കടയിൽ വന്ന് നിൽക്കുന്നത്? അല്ലേ? പിന്നിതാരാ? ഫോട്ടോഗ്രാഫറോ? ഫോട്ടോഗ്രാഫിയോ? ഓ ഏയ്യാ. ഓ അപ്പം ആൻസ് അല്ല, ആൻസിൻ്റെ അതിന് വേറൊരു പേര് പറയുന്നത് എന്നടാ? CID-യിലൊക്കെ പറയില്ലടാ എന്നെ? പോളോഗ്രാമോ? എന്നാ ചേട്ടൻ തന്നെത്താനിരുന്ന് പറയണതാ? ചേട്ടന് എന്നെ ആകപ്പാടൊരു ബുദ്ധിമുട്ടുമല്ലേ? നാരങ്ങാവെള്ളം വേണോ? ഐസ്ക്രീം വേണോ? തണുത്ത വെള്ളം വേണോ? കുടിക്കാൻ വേണ്ട? ഈ ചൂടത്ത് ചൂട് കാരണം
എനിക്ക് വീട്ടിലിരുന്ന് ബോറടിച്ചോണ്ട് ഞാനിങ്ങനെ വന്നതാ. മനസ്സിലായോ? കോട്ടുവേടം തോന്നുന്നുണ്ടോ? തിരിച്ചു തൊട്ട് കോട്ടുവേടതോ ആരും കണ്ടില്ല കേട്ടോ, ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. എന്നാ മിണ്ടാത്തതെന്താ? മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനലിയോ തേങ്ങയോ. അതെന്താ അവിടെ നിന്നൊരു കോട്ട് പോവാ? ഇന്നലത്തെ എത്ര പേര് കണ്ടു? അതൊക്കെ എന്തിനാ അറിയാൻ പാടില്ല. ഞങ്ങൾ അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 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 ഇരിക്കും, ഇങ്ങനെ ഇരിക്കും, കറക്റ്റ് മേപ്പോട്ടിരിക്കും, ഇങ്ങനെ ഇരിക്കണം, കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കണം. ചേട്ടന് പൊക്കം ഉള്ളത് ഇപ്പൊ എന്തെങ്കിലും കുഴപ്പമാണോ? പൊക്കം കുറഞ്ഞ ചേട്ടൻ പലപ്പുറത്ത് കയറിയിരിക്കണുണ്ടല്ലേ കസേരയില് പൊങ്ങി. ഞാനുണ്ട് 6-6.5 അടിയുണ്ട്. ഞാനുണ്ട് 5-5.5 അടിയുണ്ട്. എന്താ പറയണ്ടേ? തുടങ്ങണ്ടേ? എവിടെ തുടങ്ങണേ? എങ്ങനെ? ചേട്ടൻ പറയണം. ചേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നവരോടൊക്കെ എന്തെങ്കിലും പറയണ്ടേ പറയണം. ചേട്ടൻ്റെ വീഡിയോ ചേട്ടൻ എന്തെങ്കിലും പറയാം. ചേട്ടൻ ഉള്ളത് കൊണ്ടാണ് വീഡിയോ കാണുന്നതെന്ന് പലരും പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, ഇനിയും കാണണം വീഡിയോ, എല്ലാ വീഡിയോയും കാണണം, എന്നാലേ നമുക്കൊരു ഇത് വരുള്ളൂ. എന്നാ വരുള്ളൂ? വീണ്ടും വീണ്ടും വീഡിയോ എടുക്കാനുള്ള ഇത് വരുള്ളൂ. അല്ല ആരും കാണാതിരുന്നിട്ട് കാര്യം. നമുക്കൊരു ഇത് എന്നെ നോക്കണേ. ഈ ഗുളികളൊക്കെ കണ്ടോണ്ട് നോക്കിയതേ ഉള്ളു. അപ്പൊ ചേട്ടന് കാണാൻ മേലല്ലോ. പിന്നെ കാണാൻ പോകണം. തലയില് കാണുന്നുള്ളൂ. ഇങ്ങനെ വെക്കാം. കണ്ണറിയത്തില്ലടാ വായിക്കാൻ. കണ്ണാടി എടുത്തില്ല. ശരിയാ. ആൻസ് പൊന്നിനെ കാണാൻ ഈ ആന്റിക്കും ആഗ്രഹമുണ്ടെന്ന്. അതുപോലെ ബാസ്ക്യൂനെ കെട്ടിയിരിക്കണ സേഫ് അല്ല. വേറെ പട്ടീനെ പൂച്ചനെ കണ്ട് അവൻ ആ അരബിക്കേന്ന് എടുത്ത് താഴേക്ക് ആടിയ കഴുത്തേൽ ആ ബെൽറ്റ് കുരുങ്ങി ചത്തു പോകുന്നൊക്കെയാണ് പറയുന്നത്. ചാടിയാലും അവന് യാതൊരു കുഴപ്പമില്ല. അവൻ എപ്പോഴും എടുത്ത് ചാടുന്നതാണ്. പിന്നെ നമ്മൾ വന്നില്ലെങ്കിൽ അവൻ വണ്ണമൊക്കെ പോകുന്നത്, യൂറിൻ പാസ് ചെയ്യുന്നതൊക്കെ മുറ്റത്തേക്ക് അവൻ കൂടെ ഇറങ്ങിയിട്ടാട്ടോ. അങ്ങനെ ചാടിയാലൊന്നും ഒരു കുഴപ്പമില്ല. അത് ഫിറ്റ് ആവത്തില്ല. ബെൽറ്റ് അല്ലേ, ബെൽറ്റിനെ ഇങ്ങനെ ഇതിട്ടേക്കുന്നതല്ല. അതുകൊണ്ട് ഒരിക്കലും അത് ഫിറ്റ് ആവത്തില്ല. പ്ലാസ്റ്റിക് നീളം കൂടുതലുണ്ട്, നല്ല നീളമുണ്ട്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ അവൻ അഴിച്ചു വിടുന്നതിനേക്കാൾ സേഫ് കെട്ടിട്ടേക്കുന്ന. അഴിച്ചു വിട്ട് അവൻ ആരെങ്കിലും പോയി കടിച്ചാൽ പണി കിട്ടത്തില്ല. പിന്നെ ഇന്നൊരാ പട്ടി വന്നാൽ പിന്നെ അഴിച്ചു വിട്ടിട്ടില്ല. ആ തൊഴിലേന്ന് അഴിച്ചു വിട്ടില്ല. പിന്നെ അല്ല വർത്താനം പറഞ്ഞു. അഴിച്ചു വിട്ടിൻ്റെ പരിക്കാത്ത റൂമിൽ അഴിച്ചു വിട്ടില്ല. അല്ല പുറത്ത് അഴിച്ചു വിട്ടിട്ടില്ലല്ലോ. എന്നാ ഈ അങ്ങനെ നമ്മളിവിടെ കടയിലെത്തി. ഇവിടെ ആണെങ്കിൽ ഭയങ്കര വെയിലും ചൂടും പുകയും പൊടിയും എന്ന് വേണ്ട ആകെപ്പാടെ പൊല്യൂഷനാണ്. അറ്റ്മോസ്ഫിയർ വളരെ മോശം. ഒരു കൊച്ചാണ് എൻ്റെ പുറത്തേക്ക് ചാരി നിൽക്കുക. എന്തൊരു ചെയ്യണമെന്ന് പറ. പിന്നെ ആൻസുകുട്ടൻ്റെ കപ്പയുടെയും കോംബോ റീൽസ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഒരു 1 മിനിറ്റ് വീഡിയോ കേട്ടോ. അത് ശരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നൊന്നുമല്ല, സംഭവം അങ്ങനെയൊക്കെ തന്നെയാണ്. അത് നമ്മളങ്ങ് ഇടുന്നേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ചൊരു കണ്ടന്റ് കണ്ടുപിടിച്ചിടണമൊന്നുമില്ല അല്ലേ? പറ. എന്താണ് നോക്കുന്നത് സുഹൃത്തെ? കോലുമിഠായിയാണോ സുഹൃത്തെ? ജംസാണോ സുഹൃത്തെ? ബാറ്ററി അത് ഷേവ് ചെയ്യണ സാധനമാണെന്നോ നോക്കി. ഞാനും ഓർത്ത് ഇത്രയും മിഠായികൾ പറഞ്ഞിട്ട് അവൻ്റെ നോട്ടുമ്പോൾ ഇത് ഷേവ് ചെയ്യണേലൊക്കെയാണല്ലോ. നീ ബോയിടാ അറിയാൻ പാടില്ല. ചേട്ടാ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കില്ല. ഇങ്ങോട്ട് വാ. അല്ല പറയണ്ട. അത് പെട്ടി ആ മറ്റേ വലിയ അലമാരി ഇരിക്കണ മുറിയില്. വലിയ റൂമിലാ. അവിടെ ഒരു പാക്കറ്റ് A4 പേപ്പറൊക്കെ ഉണ്ടല്ലോ. ഉണ്ടോ? അതെനിക്കറിയാൻ പാടില്ല. അവിടെ ഉണ്ട് പേപ്പർ ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ അവിടെ ആ പെട്ടി അവിടെ കാണുമായിരിക്കണം. ഞാൻ
ഞാൻ സത്യം പറഞ്ഞാൽ ആ വീട്ടിൽ ഇനിയും പലത് കാണാനുണ്ട്, ചേട്ടനും പലതും കാണാനുണ്ട്. ചേട്ടൻ്റെ വീടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ഇന്ന് ആൻസൂട്ടിന് ഒരു കൊരണ്ടി അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വന്നു. അപ്പം ചേട്ടൻ പറയും ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ, ഇതൊക്കെ ഇവിടത്തെയാണോ? അപ്പം പിന്നെ ഇനിയിപ്പോൾ എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ചക്ക വെട്ടിയാൽ പറഞ്ഞു കൊരണ്ടി ഉണ്ടായിരുന്നു, നല്ലായിരുന്നു അത് ഇരിക്കാനെന്ന്. നല്ല സൂപ്പർ ഒരു കൊരണ്ടി, നല്ല റൗണ്ടിൽ ആ തട്ടുംപുറത്ത് കിടക്കുന്നു. ഓർമ്മയുണ്ടോ ആർക്ക്? ഉണ്ടാക്കിയവർക്ക്. ചേട്ടൻ അപ്പോൾ ഇനിയും ആ വീട്ടിൽ പലതും കാണേണ്ടിയിരിക്കുന്നു. അപ്പം ഞാൻ കണ്ടിട്ടൊരു കാര്യമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം അടുക്കളക്കകത്ത് ചേട്ടൻ ലൈറ്റ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞാൻ ആദ്യമായിട്ട് കാണുവാണല്ലോ. ഞാൻ അങ്ങനെ ഒരു ബൾബും കണ്ടിട്ടില്ല, ഒരു ലൈറ്റും ഫ്രിഡ്ജിന്റെ മുകളിലുള്ളല്ലേ? എനിക്കറിയില്ലായിരുന്നു, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഇനിയും ഞാൻ അവിടെ പലതും കാണേണ്ടിയിരിക്കുന്നു. പിന്നെ എടാ വലിയ ഓട്ടക്കകത്ത് വല്ലതും ഉണ്ടോടാ ആൻസേ? നീ കിടക്കുന്ന മുറിയിൽ വലിയൊരു തുളയില്ലേ? അതെന്നാ ചേട്ടാ അത്? ഇവൻ കിടക്കണ മുറിക്കകത്ത് വലിയ ഒരു സ്റ്റോർ റൂം എന്തെങ്കിലും ആവശ്യമില്ലാത്ത അത്യാവശ്യം താമസം അത്യാവശ്യമുള്ള സാധനങ്ങൾ അതിൻ്റെ അടുത്ത് കയറ്റിടാം. പിന്നെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോന്ന്? നീ കിടന്നുറങ്ങിക്കോളാൻ എഴുന്നേണ്ടത് ഉരുണ്ട് താഴേക്ക് ആടിയാക്കരുത്. ഇല്ല അടപ്പുണ്ടല്ലോ. അടപ്പുണ്ടോ? ശ്വാസം മുട്ടി ചത്തുകൂടെ എന്തിനാ? ഉള്ളിന്ന് പിടിച്ച് ലോക്കായി പോയ എന്ത് ചെയ്യും? എന്തിനാ? അവന്റെ കുറെ സാധനമല്ല അതിനകത്ത് കെട്ടിയിട്ടേക്കണേ. ആക്രിയാ? അവന്റെ ആവശ്യമില്ലാത്ത കുറച്ച് ഇപ്പൊ എടുക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളതൊക്കെ. മനസ്സിലായോ? ഒന്ന് നോക്ക. സബ്സ്ക്രൈബേഴ്സിനോട് സംസാരിച്ച് അവരത് കേൾക്കാനാ ഇങ്ങനെ കാത്തിരിക്കണം. ചേട്ടന്റെ ജീവിത അനുഭവങ്ങള്, ചേട്ടൻ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങള്, അതൊക്കെ ഒന്ന് പറ. ഞാനെന്താ മനസ്സിലാക്കിയത്? ആ ചേട്ടൻ മനസ്സിലാക്കിയത് ചേട്ടനല്ലേ അറിയാവുള്ളൂ, എനിക്കറിയാവോ? ഇന്ന് രാവിലെ ഞാൻ ഫുള്ള് പണിയായിരുന്നു. എന്നിട്ട് ഞാൻ ഫുഡ് പോലും ഉണ്ടാക്കിയത്. ഇവിടെ നിന്ന് 2 പാക്കറ്റ് പാല് കൊണ്ടു തന്നു, 2 പാക്കറ്റ് പാലും തേത്തി കുടിച്ചു. എന്നിട്ട് ഞാൻ രാവിലെ ജോലി ചെയ്തത്. അല്ല, പെരയൊക്കെ കഴുകി കഴിഞ്ഞാ അത് കുടിച്ചത്. എന്നിട്ടാണ് ഞാൻ ചോറ് വെച്ചതും കറി ഉണ്ടാക്കിയത്. കറി ചക്കക്കുരു, മാങ്ങ, മുരിങ്ങാക്കോല്, ചെമ്മീൻ ഇട്ട് ചാറുകറി ഉണ്ടാക്കി. ചേട്ടന് അത് ഭയങ്കര ഇഷ്ടമാണെന്നും പറഞ്ഞു. എനിക്ക് ചക്കക്കുരു മാങ്ങ ഇഷ്ടമല്ല, മുരിങ്ങാക്കോലും വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല, ചെമ്മീൻ അത്രയോടെ ഇഷ്ടമല്ല. ഞാനത് കഴിച്ചില്ല സത്യത്തിൽ. മീൻ തിന്ന് 5-6 കഷ്ണം തിന്നു. പിന്നെ ഇരുമ്പമ്പുളി അച്ചാറ് ഉണ്ടാക്കിയതിട്ടാ. ഇരുമ്പമ്പുളി അച്ചാർ ഉണ്ടാക്കിയ വിധം വീഡിയോ എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. അത് ഞാൻ ഈ ചേട്ടൻ്റെ ഫോണിലാണ് കിടക്കുന്നത്. അത് ഞാനൊരു 1 മിനിറ്റ് വീഡിയോ ആയിട്ട് വേറെ ഇട്ട് വരാവേ, ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ട് കേട്ടോ. അപ്പം അതും പിന്നെ വേറെ എന്നുള്ളതെന്ന് പറ. ഞാൻ തന്നെ സംസാരിക്കുന്നത് ആളുകൾക്ക് ഇഷ്ടമല്ല. എന്താ പറയണ്ടെന്ന് വെച്ചാ അങ്ങ് പറയൂ. അല്ല ആദ്യം പറഞ്ഞില്ല, ഞാൻ ചക്കക്കുരി മാങ്ങയും പിന്നെ മുരിങ്ങക്കോലും ചെമ്മീനും ഞാൻ കറി കൂട്ടില്ലാന്ന് തോന്നുന്നു. എല്ലാ കറികളും ഇച്ചിരി കൂട്ടി പഠിക്കണം. എന്നും മീനും ഇറച്ചിയും നിന്ന് ജീവിച്ചാൽ മുമ്പോട്ട് പോകില്ല. കാരണം അത് എന്നും കഴിച്ചാൽ എന്തെങ്കിലും ഒരു അസുഖത്തെ വന്ന് കയറിപ്പിടിക്കും. ഈ ഇറച്ചിയും മീനും എന്ന് പറഞ്ഞാൽ എല്ലാം ഈ വിഷം അടിച്ചു വന്ന സാധനം. നമ്മൾ ഈ ഇത് മുരിങ്ങക്കോൽ ഇവിടെ നാട്ടിലുണ്ടായ മുരിങ്ങക്കോൽ, ചക്കക്കൂര് നമ്മുടെ വീട്ടിലുണ്ടായത്, മാങ്ങ മേടിച്ചത് അല്ലേ, പിന്നെ എന്നാ ചക്കക്കൂര്, മാങ്ങ, മുരിങ്ങക്കോല്, ചെമ്മീൻ പിന്നെ സ്വന്തമായിട്ട് ഉണങ്ങി പൊടിച്ചു വെച്ചതാ. അതെ മേടിച്ചു പൊടിച്ചാ. ഇതെല്ലാം കൂടെ കറി വെച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലായിരുന്നു കേട്ടോ. ഞാൻ നല്ല സൂപ്പറായിട്ട് കറി വെക്കൂട്ടോ, പറഞ്ഞു നല്ലോണം കറി വെക്കൂട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ കുറവ് വരുന്നുള്ളൂ ചിലപ്പോ. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ ഉപ്പ് കുറവായിരുന്നു. ഇന്നലെ ഉപ്പ് കുറവായിരുന്നു. എവിടെ അങ്ങനെ ഒന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. എരിവ് ഓക്കെ ആണ്. എരിവ് ഇന്നലത്തെ അച്ചാറിനൊരു ലേശം എരിവ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അച്ചാറിന് എരിവ് വേണം.
ഇവ മീൻകറി വെക്കുന്നു. ഈ അടുത്ത പ്രാവശ്യം കറി വെച്ചോട്ടെ. മുളക് ചെത്തണോ? ചെത്തണം. പിന്നെ അല്ല ആദ്യം വെള്ളം ചെത്തിയിട്ട് ഞെക്കണം. മുളക്, ഉള്ളി, ഇഞ്ചി, സവോള. പിന്നെ വെള്ളം ചൂടാക്കണം. ആദ്യം അതൊക്കെ അരിഞ്ഞതെല്ലാം എടുത്തിട്ട് ഇതാക്കണം. എന്നാത്തിലിട്ട ചീൻചട്ടിയില് എന്തിലേക്കിടും? പാത്രത്തിലേക്ക്. ചുമ്മാ ചൂടാക്കണോ? അല്ല ചൂടാക്കണം, ചെറുതായിട്ട് ചൂടാക്കണം. എന്തിലേക്ക് ഇടുന്ന? ഏതൊക്കെ? ഇളക്കണം. പിന്നെ മമ്മി ഉണ്ടാക്കിയ റെസിപ്പി ആയിട്ടേ പറയണം. മമ്മി ഉണ്ടാക്കിയ വീട്ടിൽ 5 സ്പൂൺ മുളക് പൊടി ആദ്യം ഇട്ടുണ്ട്. 5 സ്പൂണോ? പമ്പുരാനെ. പിന്നെ 4-3 മല്ലിപ്പൊടി സ്പൂൺ. പിന്നെ അര മഞ്ഞപ്പൊടി. പിന്നെ ഉപ്പൊരു തുള്ളി. എല്ലാവരും ഏകദേശം. പിന്നെ മീൻ്റെ മസാല, ഫിഷ് മസാല അതൊരു പകുതി. പിന്നെ വെള്ളം ഒഴിക്കണം. അല്ല ആദ്യം ഇളക്കണം. വെള്ളം ഒഴിക്കണം. പിന്നെ മീൻ ഇടണം. അപ്പൊ പുളിയൊന്നും ചേർക്കണ്ടേ? പുളി പിന്നെ ചേർക്കാതെ. മീനൊക്കെ വന്നു കഴിഞ്ഞില്ലേ? മീൻകറി റെഡി. ഇത് എന്റെ സ്പെഷ്യൽ അല്ല, ഇത് ആൻസിന്റെ സ്പെഷ്യൽ മീൻകറി. അത് കഴിച്ചാൽ മിക്കവാറും ആള് കുളിക്കുക പെട്ടിക്കകത്താക്കുകയും ചെയ്യാം. 6 സ്പൂൺ മുളക് പൊടി. അല്ല, ഞാൻ മുളക് ചേർക്കുവാർന്നിട്ട് അവൻ പറഞ്ഞ നേരെ. ഞാൻ അത്യാവശ്യം നന്നായിട്ട് എരിവ് ചേർക്കുവായിരുന്നു. ഞാൻ ഇവിടെ ആദ്യം മീൻകറിയൊക്കെ വെച്ചോണ്ട് വന്നപ്പോ ചേട്ടൻ പറഞ്ഞില്ല ഭയങ്കര എരിവാന്ന്. ഓർക്കണ്ടോ? ഒന്നിച്ചിരി എരിവ് കൂട്ടിട്ട് എത്ര നാളായി എന്റെ പൊന്നു സുഹൃത്തുക്കളെ. നിന്റെ ഇത് കറി വെക്കുന്നത് 2 കാര്യത്തിൽ എപ്പോഴും ഇതാണ്. ഒന്ന് വെളിച്ചെണ്ണ, എണ്ണ കൂടുതൽ വേണം. എണ്ണ കൂടുതൽ കഴിക്കാം. ഇന്നലെ തന്നെ മിനിങ്ങാൻ തന്നെ തീർന്നിട്ടില്ല. അത് കഴിക്കാൻ പറ്റില്ല. അത് കണക്ക് എണ്ണയാണ്. എണ്ണ ഇങ്ങനെ ഒലിക്കുക. നമ്മൾ എന്ത് കാണുക അത് കണക്ക് ഈ കറി വെക്കുമ്പോൾ എണ്ണ കൂടുതൽ നിനക്ക്. 2 എരിവ് കൂടുതലും. ഇത് രണ്ടും. പക്ഷെ എനിക്ക് എരിവ് വേണം. അങ്ങനെ എരിവ് കൂട്ടുന്നോണ്ട് എന്നാ കൊളസ്ട്രോൾ ഒന്നും ഇല്ല. മനസ്സിലായോ? ഇറച്ചി മീനും തിന്നു നിർത്തോണ്ട് കൊളസ്ട്രോൾ വരുന്നില്ല. എരിവിന്റെ അത് മനസ്സിലായോ? തല കാണാൻ വരാം. എരിവിന്റെ സംഭവം ശരി. എരിവ് നമുക്ക് കൊളസ്ട്രോൾ ഇല്ല. കാന്താരിമുളക് കഴിച്ചാലേ കൊളസ്ട്രോൾ ഉണ്ടാവുന്നത്. ഈ പത്രമുളക് കഴിച്ചിട്ട് ഒരു കാര്യമില്ല. എരിവ് കൂടുതൽ കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് കൊളസ്ട്രോൾ ഒന്നും ഇല്ല. അല്ല ഞാനത് പറഞ്ഞില്ല. ഇല്ല. അല്ല ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. വെളിച്ചെണ്ണ തിന്നാലും ഇല്ല. മനസ്സിലായോ? എണ്ണ കൂടുതൽ കറിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ ആ കറിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. മഴയൊക്കെ വന്നിട്ടുണ്ടോന്ന് പറയാവോ? എങ്ങനെ? അല്ല അത് ഇന്നലെയും കാലാവസ്ഥ ഇങ്ങനെയായിരുന്നു. മഴയുടെ കാലാവസ്ഥ ഉണ്ടെന്ന് 2-3 ദിവസമായിട്ട് മൂടലാണ്. വൈകുന്നേരം ആവുമ്പോഴത്തേനും വൈകുന്നേരം പെയ്യും മഴ. താമസം കൂടാതെ ഒത്തിരി താമസിക്കാതെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ചേട്ടൻ എന്നെ അങ്ങാണ്ടോടൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരോടൊക്കെ പറഞ്ഞു നിർത്തിയാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പറയാലോ. എങ്ങോട്ട്? ഇടുക്കി ജില്ലയിൽ പാഞ്ചാലിമേട്, രാമക്കൽമേട്, പരുന്തുംപാറ, വാഗമണ്ണ്, കുട്ടിക്കാനം. എന്നപ്പം മിണ്ടാത്ത ചേട്ടനെ പറഞ്ഞു തന്നെ. ഒരു വീഡിയോ ഇട്ടിട്ട് ചേട്ടൻ പറഞ്ഞു നമുക്ക് ഇതിലെല്ലാം പോകാം. വീട്ടിൽ നിന്ന് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി നമുക്ക് വാഴയിലൊക്കെ വെട്ടി നമുക്ക് പോയി ഇച്ചിരി കപ്പയും ബീഫൊക്കെ ഉണ്ടാക്കി പുറത്ത് പോയിരുന്ന് കഴിച്ച് അതിലെല്ലാം പോയി കറങ്ങി നമുക്ക് തിരിച്ചു വരാന്ന് പറഞ്ഞു. എന്നാ ദിവസം അങ്ങനെ പറയാൻ പറ്റൊന്നുമില്ല. അതങ്ങനെ ഇപ്പൊ കൃത്യം ഡേറ്റ് ഒന്നും 15 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അങ്ങനെയൊന്നുമില്ല. എന്താ ആലോചിക്കുന്ന ചേട്ടാ? ഒന്നും ആലോചിച്ചില്ലല്ലോ. എന്താ ആലോചിച്ച്? അത് പോണെന്ന് പറഞ്ഞേക്കണോ. പിന്നെ ഇപ്പൊ അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം പറയണല്ലോ. ആ പോണ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ അവിടെ. അതിന്റെ സ്ഥലത്ത് മറന്നു ഞാനാ. അതൊരു ദിവസത്തെ. പിന്നെ നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞോണ്ടിരുന്നൊരു കാര്യം പറഞ്ഞില്ല. കസ്റ്റമേഴ്സ് വന്നത് കൊണ്ട്
കല്യാണം വന്നു കഴിഞ്ഞപ്പോ എനിക്ക് വിദ്യാഭ്യാസം ഉണ്ട്, അതുകൊണ്ട് ഇത് ഇതാവോ, ചേട്ടൻ അത്ര ഇല്ലല്ലോ, അങ്ങനെ ഒന്ന് ചിന്തിച്ചു എന്ന് പറഞ്ഞു ഒരു നിമിഷം. അതെന്താ അങ്ങനെ ചിന്തിക്കാൻ കാരണം? പറയാനുള്ളത് നമ്മൾ പറയണല്ല, പിന്നെ നാളെ പോയി നാളത്തെ മുഖം കാണാൻ മേലാന്നേ. അല്ല, നാളെ പോയി നാളത്തെ ഇതിനെ പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. നേരത്തെ എല്ലാ കാര്യങ്ങളും പറയുകയാണെങ്കിൽ പിന്നെ അത് കുഴപ്പമില്ലല്ലോ, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു, അന്ന് ചോദിക്കുന്നു. എന്റെ കാര്യം ഞാൻ പറയാനുള്ള പറഞ്ഞില്ല. പിന്നെ അപ്പൊ വിദ്യാഭ്യാസമാണോ ഇങ്ങനെ വിവരത്തിന്റെ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പൊ ഒത്തിരി ഭാര്യയും ഭർത്താക്കന്മാരും അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെയും അവരുടെ ജോലിയുടെയും ശമ്പളത്തിൻ്റെയും രീതി വരുമ്പോൾ ആ വീട്ടിൽ പല പ്രശ്നമുണ്ട്. പെണ്ണ് അവൾ വിചാരിക്കും, എനിക്ക് ആ ശമ്പളം കൂടുതൽ, കെട്ടേനേക്കാളും ചിലപ്പോൾ ശമ്പളം കൂടുതലായിരിക്കും. അപ്പോൾ സംഗതി എനിക്കാണ് എന്നെക്കാളും ശമ്പളം കൂടുതൽ. അപ്പോൾ കെട്ടിയെന്ന് ഓർക്ക് ശരിയാണ്, എന്നെക്കാളും ശമ്പളം കൂടുതലാണല്ലോ സംഗതി. അപ്പോൾ ആ പെണ്ണ് എന്ത് ചെയ്യും, ഒരു ചെറിയൊരു ഭരണം അവിടെ തുടങ്ങും. അപ്പോൾ അത് വലിയ പ്രശ്നത്തിലേക്കാവില്ല. ലാസ്റ്റ് അത് ഡൈവേഴ്സൊക്കെ ആയി അങ്ങ് പിരിയും തല്ലിപ്പിരിയും ചെയ്യും. ശമ്പളം എന്തോരം കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷേ അത് ഇപ്പോൾ ആര് ജോലി ചെയ്താലും ശമ്പളം കിട്ടും. പക്ഷെ ഒരാൾക്ക് കൂടി കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഒരു ജീവിതമാകുമ്പോൾ ഒരു ഇത് വേണം. രണ്ടു പേർക്ക് ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് ചെയ്ത് മുമ്പോട്ട് പോകണം. അല്ലാതെ എനിക്ക് ശമ്പളം കിട്ടി ഞാൻ പറഞ്ഞൊക്കെ കേൾക്കാവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സാധനം മേടിക്കാവുള്ളൂ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതാവില്ല. അപ്പം അതനുസരിച്ച് ഞാൻ പറഞ്ഞേ ഉള്ളൂ. എങ്ങനെ? അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇത് പറഞ്ഞ കാര്യമല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെ? ഇല്ല, ഞാൻ അങ്ങനെ ചേട്ടൻ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഇത്ര നാളായി, അപ്പൊ വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ളതിന്റെ ഒരു ഇതില് ഞാൻ അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? എന്നോട് അങ്ങനെ ഒന്നും വരാൻ തോന്നിയിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞ അതറിയാം, അത് മനസ്സിലായി. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ഇഷ്ടംപോലെ ആൾക്കാരെ പിള്ളേരെ കാണുന്നുണ്ട്. നമ്മൾ ഒത്തിരി ആൾക്കാരെ കാണും, നമ്മൾ പല സംഭവങ്ങളും അറിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അപ്പോൾ അത് ഒരു കാരണവശാലും പാടില്ല. കാരണം എനിക്ക് ശമ്പളം കൂടുതലുണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞത് കേൾക്കണം. എനിക്ക് ശമ്പളം കുറഞ്ഞു പോയി, അത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല. എനിക്കത് ഇഷ്ടമല്ല. രണ്ടുപേർക്കും ശമ്പളം ഉണ്ടെങ്കിൽ രണ്ടുപേർക്ക് കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ല ഞാൻ പറഞ്ഞത് കേൾക്കണം, അല്ല ഞാൻ പറഞ്ഞാൽ ഉണ്ടാക്കാവുള്ളൂ. അല്ല ഇന്ന് ഞാനാ പൈസ മുടക്കിക്കോളാം, പോകാം, തൊഴിലേക്ക് പോകാം, അല്ല ഞങ്ങളുടെയും പോകാം, ഭക്ഷണം കഴിക്കാം എന്നൊന്നും അങ്ങനെയല്ല. നമ്മൾ മാക്സിമം ഭക്ഷണം വീട്ടിലുണ്ടാക്കി കഴിക്കണം. പുറം ഭക്ഷണം കഴിക്കണേക്കാളും കൂടുതൽ വീട്ടിലുണ്ടാക്കി ഒരു കാന്താരി മുളക് പൊട്ടിച്ച് കഞ്ഞി കുടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. ഈ തൊടുപുഴ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പോഴും ഈ പൊരിക്കുന്ന സാധനം എണ്ണ എത്ര ദിവസത്തെ പഴക്കമുള്ളത് നമുക്കറിയാൻ പാടില്ല. ഈ കോഴിയാ മേടിക്കണമെങ്കിൽ അത് എത്ര ദിവസം ഫ്രിഡ്ജിലിരുന്നിട്ട് ഇവരെടുത്ത് പോകും പൊരിച്ച് തന്നെ നമുക്കറിയാൻ പാടില്ല. ആ കാശുണ്ടെങ്കിൽ നമുക്കൊരു കോഴിനെ മേടിച്ച് നമുക്ക് വീട്ടിൽ ശരിയാക്കി കഴിക്കാൻ പറ്റും. എന്ത് ടേസ്റ്റ് കിട്ടും. പിന്നെ കഴിക്കണ്ടെന്നല്ല, നമ്മൾ കഴിക്കും. ഇല്ല വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ തൊഴിൽ തവണിട്ട് പോകുമ്പോൾ നമ്മൾ കഴിക്കില്ല, ഫുഡ് കഴിക്കും. പക്ഷെ മാക്സിമം ഞാൻ പുറത്ത് പോകുമ്പോൾ കഴിക്കില്ല എന്നല്ല, പക്ഷേ മാക്സിമം വീട്ടിലുണ്ടാക്കി കഴിക്കാമെന്നാണ് എൻ്റെ ഒരു. അതൊരു ചെറിയൊരു അച്ചാറായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തോരനായാലും അല്ലെങ്കിൽ തൈര് മുളകൊക്കെ പൊട്ടിച്ചാൽ കഴിക്കുമ്പോൾ എന്ത് അതിന് എല്ലാം ഈ ഇറച്ചി മീനൊന്നും പറ്റുന്നില്ല. അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തൈര് കഴിക്കണം. മനസ്സിലായോ? എന്നെ ഉള്ളി പറയാം, അമ്മ പറഞ്ഞോളാ, ശരിയാ, ഞാനെന്നെ പറയാനുള്ള പണി കിട്ടും. എനിക്ക് ആർക്കും നിൽക്കാം. അവിടെ ഒരു സൂത്രയിരിപ്പുണ്ടെന്ന് തിന്നില്ല, ചാമ്പങ്ങ കൂട്ടി തിന്നണം. ഒന്നും തിന്നില്ലേ? കുറച്ച് തിന്നു. ഇനി മാങ്ങ ഇരിപ്പുണ്ട്, അതും തിന്നണം. ഒരു മാങ്ങയല്ലേ ഉപ്പും കൂട്ടി. ചേട്ടന് ഇഷ്ടമാണോ ഉപ്പും മുളകും കൂട്ടി തിന്നാൻ? ഒരു മാങ്ങയല്ലേ? ഒരു കഷ്ണം എനിക്കാണ് കേട്ടോ. അത് അന്ന് ഇവിടുന്ന് രാവിലെ ഞാൻ ഷീറ്റിടാൻ വന്നില്ലേ, ഇരുന്നപ്പോൾ ആ മാവിൻ്റെ ഏരത്തക്കൂടെ അല്ല വള്ളി കയറി. ഞാൻ വള്ളി പറിച്ചതാ, മാങ്ങ തട്ടി വന്നു. എവിടെ ഇടാൻ പറ്റില്ല, ഞാൻ കൊണ്ടുവന്നു. ഇന്നാളെ 2 മാങ്ങപ്പഴം ഉണ്ടായിരുന്നു. അതാ. പക്ഷെ അവള് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കടയിൽ നിന്ന് വാങ്ങിയ മാങ്ങ പതുക്കെ പഴുക്കാൻ തുടങ്ങിയായിരുന്നു. അതെന്നെ അങ്ങനെ കംപ്ലീറ്റ് വിഷം അടിച്ചല്ലേ വന്നേ. ഫ്രിഡ്ജിൽ വെച്ചിട്ടും
ഇതാ പറഞ്ഞത് ഈ മാങ്ങ ഇങ്ങനെ പെട്ടെന്ന് വലുതാവണം, പെട്ടെന്ന് ഇപ്പോൾ ഈ പഴിപ്പിക്കണമൊക്കെ ഇത് എന്തോ ഇതുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മാങ്ങ എത്ര ദിവസം വരെ ഇരിക്കുകയും ചെയ്യും പഴുത്തത്. പക്ഷേ അത് കഴിയുമ്പോൾ ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ അത് നമ്മൾ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഉള്ളറിയാൻ പറ്റും. എന്നാൽ ഇപ്പോൾ ഞാൻ ഇന്നലെ കൊണ്ട് വെച്ചിട്ടില്ലേ, ആ മാങ്ങ ഇപ്പോൾ ഇനി 3 ദിവസം ഇരുന്നാൽ അതുപോലെ വരും. എടുത്ത് വെച്ചില്ല. അങ്ങനെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. എൻ്റെ പോരായ്മകളും ഇല്ലായ്മകളും വല്ലായ്മകളൊക്കെ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. അല്ല, അത് ഞാൻ ഇത് കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, പക്ഷെ നമ്മളത് ഇതാക്കണം. ഇത് എണ്ണ കൂടുതൽ കഴിച്ചൊന്നും പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. എരിവ് കുറേ കൂടുതൽ കൂട്ടിയിട്ട് കാര്യമില്ല. എല്ലാത്തിനും ആവശ്യം മതി, അനാവശ്യം ഒന്നും പാടില്ല. എണ്ണ ഒത്തിരി കഴിക്കണേ. ഇപ്പോൾ നല്ല എണ്ണയായാലും കടയിൽ നിന്ന് മേടിക്കാനായാലും അല്ല സ്വന്തം ഉണ്ടാക്കണ എണ്ണയായാലും ശരി, എല്ലാം കൂടുതൽ കഴിച്ചാൽ കരക്കി ഒഴിച്ചാലും. എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ വഴുതനങ്ങ ഞാനത് കഴിക്കാതെ ഞാൻ കളയരുത്. എനിക്ക് അത്രയും പറ്റില്ല, എണ്ണ പറ്റില്ല. എണ്ണ മാത്രമേ ഉള്ളൂ. എണ്ണ ഇങ്ങനെ ഈ അതെന്നാന്നറിയാ, പയറൊക്കെ അടി പിടിക്കണോണ്ട് ഞാൻ ഇച്ചിരി എണ്ണ ചേർത്തതാ. അങ്ങനെ അപ്പോൾ ഈ പഴയ കാലത്തെ കാരണന്മാരെങ്ങനെ ഈ എണ്ണ കൂടുതൽ ഒഴിച്ചാണ് അവർ അതല്ല. അറിയില്ല, എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ലെന്ന് ആരും. അങ്ങനെ ഞാൻ എൻ്റെ രൂപത്തിൽ ഉണ്ടാക്കുന്നതല്ലേ. പയറ് വെക്കുമ്പോൾ എപ്പോഴും അമ്മച്ചിക്ക് കറി ഉണ്ടാക്കാനൊന്നും അറിയാൻ പാടില്ല, പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ എൻ്റെ രൂപത്തിൽ ഉണ്ടാക്കണതാ. അപ്പോൾ പറയുന്നത് അറിയാവുന്നവർ പറയുമ്പോൾ കേൾക്കണം, അല്ലാതെ ഈ എണ്ണ കൂടുതൽ കഴിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ പയറ് വെച്ചാൽ തന്നെയും ക്യാബേജ് വെച്ചാൽ തന്നെയും എണ്ണ കുറച്ച് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരും. എണ്ണ കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഒരു വേറെ ടേസ്റ്റ്. അങ്ങനെ കറക്കിയ ടേസ്റ്റ് പറയാം. അത് ഇനി ഒരു ദിവസം ഇത് നാളെയോ നാളത്തെഞ്ഞോ എപ്പോഴെങ്കിലും ഈ എന്തോ പാവയ്ക്കോ സോറി ഈ ക്യാബേജോ അതോ പയറ് തോരനായിട്ട് ശരിയായിട്ട് എണ്ണ വരട്ടി എടുക്കുമ്പോൾ അതെല്ലാം കുറച്ച് മതി. പക്ഷേ ഒരു പയ്യ ഞാൻ ഉണ്ടാക്കി തരാം. എനിക്കെന്നാ ഞാൻ ഉണ്ടാക്കി തരാം. നാളെ ഉണ്ടാക്കാം നമുക്ക്. ഒരു കുഴപ്പമില്ല. അതിനൊക്കെ എരിവ് ഒരിച്ചിരി എരിവൊക്കെ ഓവർ എരിവ് പാടില്ല. ഏതിനായാലും അത് ചെറുതാക്കി അരിഞ്ഞിടുന്നു, നല്ല വലിയ കഷ്ണമായിട്ട് ഇടുകയില്ല. അതൊക്കെ മീൻ കറി വയ്ക്കുമ്പോൾ എന്തോ എത്ര പച്ചമുളക് ചുമ്മാ കീറിയണേ. ഒരു കാര്യം എല്ലാവർക്കും ഇഷ്ടമാവൂലെന്നേ, അതാണ് ഏറ്റവും പറഞ്ഞത്. ഈ ചിലവര് ഈ മീൻ വയ്ക്കുമ്പോൾ ഉള്ളി ഇടാറില്ലല്ലോ. ഉള്ളി ഇട്ടാലോ കുഴപ്പമില്ല, പക്ഷെ ഇടാതെ ഉണ്ടാക്കാം നമുക്ക്. അതിൻ്റെ ടേസ്റ്റ് ഉള്ളി ഇടുന്നതിൻ്റെ ടേസ്റ്റായിട്ട് വ്യത്യാസമുണ്ട്. ഒരു മീഡിയം രീതിയിൽ കളർ കയറ്റില്ല, കുറച്ച് കളർ ഇടുക, കുറച്ച് പാകത്തിന് എരിവ്. പുളി അതൊക്കെ തന്നെ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് ഇട്ട് വേവിക്കണം. ഈ മീൻ ഇടുന്നതിന് മുമ്പ് ഇട്ട് വേവിച്ച് കഴിയുമ്പോൾ നല്ല ഇതാവും. പുളി ഉപ്പ് പാകത്തിന്, നല്ല പുളി പാകത്തിനാവും. അത് വെന്ത് പുളി ഇറങ്ങിപ്പോകും. ഇതങ്ങനെ ചുമ്മാ വാരി ഇടും ഇങ്ങനെയാണ്. പിന്നെ ഒരു തോരൻ എനിക്ക് ഈ എണ്ണയുടെ കാര്യത്തിൽ ഈ മുളകിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഭയങ്കര ഇത് വന്നു. കുറച്ച് നല്ല കാര്യം പറ. ഇതിപ്പോ ഞാൻ നല്ല കാര്യമല്ലേ പറഞ്ഞത്. അല്ല, ഞാൻ ഉണ്ടാക്കണ കുറ്റമല്ല പറഞ്ഞ. കുറ്റമല്ല, ഞാൻ ഒരിക്കലും പറഞ്ഞില്ല, കുറ്റം പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഒരിക്കലും പറയില്ല, കുറ്റം പറയില്ല. കാരണം നമ്മളൊരു ഇത് കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇത് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പറയും, അത് കുറ്റമല്ല, അത് കുറ്റമായി വിചാരിക്കരുത്. എന്നോട് പല കാര്യം പറയാറുണ്ട്, ഞാൻ കുറ്റം. മെച്ചപ്പെട്ട അവസ്ഥകൾ പറയൂ. ആ മെച്ചപ്പെട്ട ഒന്നുമില്ല, മെച്ചപ്പെട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഭയങ്കര സ്പീഡാണ്, എല്ലാം ഉണ്ടാക്കാൻ ഭയങ്കര സ്പീഡാണ്. പുട്ടുണ്ടാക്കാനായാലും ഇത് ഉപ്പുമാവായാലും ഇത് ഇറച്ചി വെക്കാനായാലും എല്ലാം സ്പീഡാണ്, ഭയങ്കര സ്പീഡൊക്കെ ഉണ്ട്. എന്നോട് പറഞ്ഞു ഒന്നും ഉണ്ടാക്കുമ്പോ അത് പതുക്കെ ഉണ്ടാക്കുള്ളൂ. ചേട്ടനല്ലേ പറഞ്ഞ എന്നോട്? അല്ല, സ്പീഡൊക്കെ ഉണ്ട്, ഇല്ലാന്നല്ല, എന്നെക്കാളും സ്പീഡുണ്ട്. എനിക്ക് താമസം വരുമ്പോൾ ഒരേ ആൾക്കാർ ഇത് കറി വയ്ക്കുമ്പോഴും നമ്മൾ ഇച്ചിരി കൂടെ ഒരു ഇറച്ചി വയ്ക്കുകയാണെങ്കിൽ ഒരു സവോള നല്ലോണം വരട്ടി നല്ലോണം ഇതായി കഴിഞ്ഞിട്ടൊക്കെ
നമ്മൾ ഇത് അങ്ങനെയില്ല. ഒരു മുക്കാൽ പകുതി കഴിയുമ്പോൾ തന്നെ ഇറച്ചിയൊക്കെ ഇട്ട് ഇളക്കി മൂടി വയ്ക്കും. കുഴമ്പ് രീതിയാക്കും. അതേ ഉള്ളൂ. അല്ല വേറെ അതാണ് എന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ അതിലും പോരാ. പറ ഇനി എന്താ പറയാനോ വേറെ എന്താ പറയാനോ. എന്തൊരു മഹാനുഭാവരൂ. ഒരു പാട്ട് പാടാവോ? അയ്യോ അത് മാത്രമേ എനിക്കറിയാൻ പാടില്ല. വർത്താനം എന്തോ മണി പറഞ്ഞില്ല. ചേട്ടന്റെ കഴിവുകൾ എന്തായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്? ഓർക്കുന്നില്ല. എന്നാലും പടം വരയ്ക്കാനോ പാട്ട് പാടാനോ അങ്ങനെ ഒരു കഥ എഴുതാനോ പാരടി പാട്ട് പാടാനോ അങ്ങനെയൊന്നുമില്ല. എല്ലാം നമ്മൾ പോയി കണ്ടിരിക്കും. അത്ര തന്നെ. അല്ല വേറെ ഇവിടെ വൈൻഡപ്പിക്കട്ടെ. അങ്ങനെ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ. മായമില്ല, കലർപ്പില്ല, മന്ത്രമില്ല, മായമില്ല എന്ന് പറയും പോലെ ഉള്ളതുപോലെ ചേട്ടൻ പറയും. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയരഹസ്യം. അങ്ങോട്ട് നോക്കൂ, ദേഖോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ദിസ് ഇസ് സൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീം.